സഖാക്കളോടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അതിൽ ദയവായി ന്യായീകരിക്കാൻ നിൽക്കരുത്. ന്യായീകരണം വേണ്ട നമുക്ക്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഒരു കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി, കണക്കൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. 2010 ഒരു കണക്കിനെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ മറികടക്കാൻ ശ്രമിക്കുന്നത്. 2010 ഇതുപോലെ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടി നേരിട്ടു, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം 2011 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വന്നപ്പോൾ ചെറിയ മാർജിനിലാണ് അന്ന് പരാജയപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് വിടുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 2010 അല്ല 2025 എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും, ഞാനിതൊരു നേതാക്കന്മാരെ കുറ്റം പറയാനായിട്ടല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2010 അല്ല 2025. 2025 സംഘപരിവാർ എന്നൊരു സംഘടന ഇത്രത്തോളം സ്വാധീനമില്ലാത്ത കാലഘട്ടത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ചരിത്രങ്ങൾ ഇന്ന് ആപ്ലിക്കബിൾ അല്ല. ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലകളിലെ ചില അനുഭവങ്ങൾ വച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തെ നേരിടാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. അക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ്. കാര്യം ഇന്നിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘടനാ സംവിധാനം തകർന്നു നിൽക്കുകയാണ്. കോൺഗ്രസിനെ മുന്നിലിരുത്തിക്കൊണ്ട് BJP പലയിടങ്ങളിലും പിൻസീറ്റ് ഡ്രൈവ് ചെയ്യുകയാണ്. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അവരെ പിന്തുണച്ച് നിൽക്കുന്നവർക്ക് എങ്ങനെയൊന്ന് അധികാരം കിട്ടിയാൽ മതി. ആ അധികാര കസേരയ്ക്ക് വേണ്ടി ഏത് ബാന്ധവത്തിനും അവർ തയ്യാറാണ്. കാര്യം അവരെ ഡു ഓർ ഡൈ എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ BJP എങ്കിൽ BJP, സുഡാപ്പി എങ്കിൽ സുഡാപ്പി, ജമാഅത്ത് ഇസ്ലാമി എങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ എല്ലാ വഴിയും അവർ സ്വീകരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെയാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതും. അതായത് ജനങ്ങളോട് അതെ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു, എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടു എന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ചെയ്ത പ്രവർത്തനങ്ങൾ, അതായത് സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കണ്ണിന് ദൃശ്യമാകുന്നതാണ്, അനുഭവവേദ്യമാണ്. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും കവലപ്രസംഗങ്ങൾ നടത്തി എന്ന് കരുതിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. കാര്യം PR പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ മാസ്സായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനാണ് ഈ നാട്ടിൽ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് എന്തും ജനങ്ങളുടെ കൈവശത്താണ് ചെല്ലുന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ്